നമസ്കാരം എല്ലാം പ്രേക്ഷകർക്കും പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 8-ാം തീയതി വ്യാഴാഴ്ചയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രധാന വാർത്തകളിലേക്ക് കടക്കുന്നു. ആദ്യം ന്യൂസ് ഹെഡ്ലൈൻസ്. വിശദമായ വാർത്തകൾ നോക്കാം. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ ഡൽഹിയിൽ കേരള സർക്കാരിന്റെ പ്രതിഷേധം ഇന്ന് രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ ജന്തർ മന്ദറിലാണ് സമരം. ഇന്ത്യ സഖ്യത്തിലെ ഭൂരിഭാഗം പാർട്ടികളും പങ്കെടുക്കും. കോൺഗ്രസ് സമരത്തെ പിന്തുണയ്ക്കുന്നില്ല. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരായ പ്രതിഷേധത്തെ ദേശീയ തലത്തിലെ പ്രതിപക്ഷ പ്രതിഷേധമാക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ ശ്രമം. രാവിലെ 10:30 മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരള ഹൌസിൽ നിന്നും പ്രതിഷേധ മാർച്ചായി ജന്തർ മന്ദറിലെ പ്രതിഷേധ വേദിയിലേക്ക് നീങ്ങും. 3 നിരകളിലായി 120 പേർക്ക് ഇരിക്കാനുള്ള ക്രമീകരണമാണ് സമരവേദിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയും പ്രതിഷേധത്തിനെത്തുന്ന ദേശീയ നേതാക്കളും മുൻനിരയിലിരിക്കും. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ, NCP അധ്യക്ഷൻ ശരത് പവാർ, കപിൽ സിബൽ, ഫാറൂഖ് അബ്ദുള്ള തുടങ്ങിയവരും DMK, സമാജ്വാദി പാർട്ടി, JMM, RJD എന്നീ പാർട്ടികളുടെ പ്രതിനിധികളും പ്രതിഷേധത്തിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഡൽഹിയിലെ വിവിധ സംഘടനകളും പ്രതിഷേധത്തിന്റെ ഭാഗമാകും. ഇന്ത്യ സഖ്യത്തിലെ ഭൂരിഭാഗം പാർട്ടികളും പ്രതിഷേധത്തിൽ പങ്കെടുക്കുമ്പോൾ കോൺഗ്രസ് വിട്ടുനിൽക്കും. 24 ഡൽഹി. വിവരങ്ങളുമായി രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ കേരള സർക്കാരിന്റെ പ്രതിഷേധം ഡൽഹിയിൽ നടക്കുമ്പോൾ ഭൂരിഭാഗം ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളും പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ കോൺഗ്രസ് വിട്ടുനിൽക്കുകയാണ്. ഏത് സാഹചര്യത്തിലാണ് കോൺഗ്രസിന്റെ ഈ തീരുമാനം? ഒപ്പം തന്നെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. പ്രവിത, ഗുഡ് മോർണിംഗ്. നമുക്ക് ഒരുക്കങ്ങൾ, ഞാൻ ഈ നിൽക്കുന്ന ഇടത്താണ് ഇന്ന് ഈ സമരം നടക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ആദ്യം കേരളം ഇവിടെ വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ബോർഡുകളൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം വരാം. ഇവിടെ എല്ലാം കേരളത്തിന്റെ ഈ സമരമൊക്കെ വിവരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ന് ഉള്ള കാര്യങ്ങൾ എന്താണ്, ഈ സമരത്തിന്റെ ലക്ഷ്യം എന്നതടക്കമുള്ള കാര്യങ്ങൾ വിവരിക്കുന്ന ബോർഡുകളൊക്കെ ഇതിനകം സ്ഥാപിച്ചിട്ടുണ്ട്. ഇതാണ് ആ വേദി, ഈ സമരം നടക്കാനായിട്ട് പോകുന്ന വേദി ഈ കാണുന്നതാണ്. ആദ്യം നിശ്ചയിച്ചിരുന്നത് 3 നിരകളിലായിട്ട് അതിഥികൾക്ക് ഇരിക്കാൻ പറ്റുന്ന വിധത്തിൽ ഈ വേദി തയ്യാറാക്കുക എന്നത് ആയിരുന്നു. എന്നാൽ ഈ അതിഥികളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് ഇപ്പോൾ ഈ 5 നിരകളിലായിട്ടാണ് വേദി ക്രമീകരിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയും ഒക്കെ ആദ്യത്തെ മുൻപിൽ ഇരിക്കും, മറ്റുള്ള ജനപ്രതിനിധികൾ അടക്കമുള്ളവർ പിന്നാലെ ഇരിക്കും. അങ്ങനെ 5 നിരകളിലായിട്ട് ഈ വരുന്ന സമരത്തിന് പങ്കെടുക്കാൻ എത്തുന്നവർക്ക് ഇരിക്കാൻ പറ്റുന്ന വിധത്തിലാണ് വേദി തയ്യാറാക്കിയിരിക്കുന്നത്. ഏതാണ്ട് ഒരു 11 മണിയോടുകൂടി സമരം നടക്കും. ഈ സമരം നടക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചയായിട്ട് ഉണ്ടാവുക മറ്റ് സഖ്യ നേതാക്കളെല്ലാം, നേരത്തെ പ്രവിധ സൂചിപ്പിച്ചതുപോലെ മറ്റ് ഇന്ത്യ സഖ്യ നേതാക്കളെല്ലാം ഈ സമരത്തിന്റെ വേദിയിലേക്ക് എത്തും. ആശംസകൾ നേരാനൊക്കെ ആയിട്ട് അവരുണ്ടാകും. പക്ഷേ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാക്കൾ ആരും ഈ വേദിയിലേക്ക് എത്തില്ല. അവരെ സംബന്ധിച്ച് അവർ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാരണങ്ങൾ അതിന് പറയുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും അഴിമതിയുമാണ്. ഇന്നലെ അടക്കമുള്ള ദിവസങ്ങളിൽ ഈ കോൺഗ്രസിന്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള, പ്രത്യേകിച്ച് കർണാടകത്തിൽ നിന്നുള്ള സമരം ഇന്നലെയാണ് നടന്നത്. ആ ഘട്ടത്തിൽ അവരോട് ഈ കേരളം നടത്തുന്ന സമരത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവർക്ക് നയപരമായിട്ട് കേന്ദ്രത്തോട് ഈ കേരളം നടത്തുന്ന സമരത്തോട് ഒരു എതിർപ്പുമില്ല. പക്ഷേ ഈ അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലൊക്കെ അടക്കം അത് സംസ്ഥാന ഘടകത്തിന്റെ തീരുമാനമാണ് എന്ന ഒരു നിലപാടിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ സമരത്തിൽ പങ്കെടുക്കാനായിട്ട് കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ളവരെ ക്ഷണിച്ചിട്ടുണ്ട്. അവർ വരുമോ എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും അങ്ങനെ ഒരു അന്തിമമായിട്ടുള്ള ഒരു തീരുമാനമായി വന്നിട്ടില്ല. ഏതായാലും രാഷ്ട്രീയമായിട്ട് ഇന്ന് കോൺഗ്രസ് പങ്കെടുക്കാത്തതിനെ ഉപയോഗിക്കാനായിട്ടുള്ള ഒരു തീരുമാനം ഇതിനകം LDF കൈക്കൊണ്ടിട്ടുണ്ട്. അത് ഇവിടേക്ക് എത്താത്തത്, കോൺഗ്രസ് എത്താത്തത് കേരളത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ പ്രതീകം അത് തങ്ങളാണ് എന്ന അവകാശവാദം ഉന്നയിക്കുക എന്ന ഒരു ലക്ഷ്യത്തിലേക്കാണ് LDFനെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. കോൺഗ്രസ് അവിടെ BJPയെ സഹായിക്കുന്ന സമീപനം സ്വീകരിക്കുന്നു. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം BJPയെ സഹായിക്കാനാണ് ശ്രമിക്കുന്നത് എന്ന ആരോപണമായിരിക്കും മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഉന്നയിക്കുക. ഇന്നലെ നമ്മൾ സംസാരിച്ച നേതാക്കന്മാരെല്ലാം ആ വിധത്തിലുള്ള ഒരു നിലപാടാണ് വ്യക്തമാക്കി കാണുന്നത്. സംസ്ഥാനത്തെ സംബന്ധിച്ച് സംസ്ഥാനത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള ധന ആവശ്യങ്ങൾ നിവർത്തിച്ചു കിട്ടുക എന്നുള്ളതാണ് സംസ്ഥാനം പ്രധാനമായിട്ട് പറയുന്നത്. നികുതി വിഹിതം കൃത്യമായിട്ട് കേരളത്തിന് ലഭിക്കുന്നില്ല, അർഹമായ വിഹിതം കേരളത്തിന് ലഭിക്കുന്നില്ല. ഒപ്പം GST നഷ്ടപരിഹാരം അടക്കമുള്ളവയുടെ കാര്യത്തിൽ കേരളം ആവശ്യപ്പെട്ട രീതിയിൽ പരിഗണന ഉണ്ടാകുന്നില്ല. കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണം എന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്രം പരിഗണിക്കുന്നില്ല. ധനക്കമ്മിയുടെ കാര്യത്തിൽ കേന്ദ്രം ഏതാണ്ട് 5% നിൽക്കുമ്പോൾ കേരളം 3% ധനക്കമ്മിയിൽ ഒതുക്കണം എന്ന് പറയുന്നതിന് ന്യായം ഫെഡറൽ തത്വങ്ങൾ
നിയമങ്ങൾക്ക് എതിരാണ് തുടങ്ങിയിട്ടുള്ള വാദങ്ങളാണ് ഇപ്പോൾ സംസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്ന് ഉന്നയിക്കുന്നത്. വലിയ കടക്കണിയിലേക്ക് സംസ്ഥാനം പോയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ കേന്ദ്ര വിരുദ്ധ സമരവുമായി രംഗത്തിറങ്ങിയേ മതിയാകൂ എന്നാണ് സംസ്ഥാന സർക്കാർ അവകാശപ്പെടുന്നത്. മുഖ്യമന്ത്രി ഇന്നലെ ഇതിന് യുക്തമാകുന്ന നിരവധി വാദങ്ങൾ ഇക്കാര്യത്തിൽ ഉന്നയിച്ചിരുന്നു. വാർത്താ സമ്മേളനം നടത്തിയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ഏതായാലും 11 മണിയോടുകൂടി കേരള ഹൗസിൽ നിന്ന്, ഞാനിവിടെ നിൽക്കുന്നതിന്റെ ഏതാണ്ട് ഒരു 100-200 മീറ്റർ അപ്പുറത്താണ് കേരള ഹൗസ്. അതുകൊണ്ട് അത്രയും ദൂരം അവർ മാർച്ചായിട്ടായിരിക്കും ഇങ്ങോട്ടേക്ക് വരിക. കേന്ദ്ര വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്ന ഒരു അന്തരീക്ഷത്തിലായിരിക്കും ഈ സമരം നടക്കാനായിട്ട് പോകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ കൂടാതെ NCPയുടെ NCP ഇപ്പോൾ ഔദ്യോഗിക വിഭാഗം അല്ലാത്തതുകൊണ്ട് ശരത് പവാർ അടക്കമുള്ളവർ ഇവിടെ ഉണ്ടാകും. ഒപ്പം എല്ലാ സംസ്ഥാന സർക്കാരിലെ എല്ലാ മന്ത്രിമാരും ഉണ്ടാകും. വ്യത്യസ്ത കക്ഷി നേതാക്കൾ ഉണ്ടാകും. കപിൽ സിബലിനെ പോലെയുള്ള നേതാക്കന്മാർ ഉണ്ടാകും. അങ്ങനെ വലിയൊരു കൂട്ടായ്മയാക്കി, ഇന്ത്യ സഖ്യത്തിന്റെ ഒരു കൂട്ടായ്മയാക്കി ഈ വേദിയെ മാറ്റാനായിട്ടുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഉള്ളത്. CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ സീതാറാം യെച്ചൂരി അടക്കമുള്ളവരും ഈ യോഗത്തിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. രാധാകൃഷ്ണൻ, കേരളത്തിന്റെ സമരം ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ തമിഴ്നാടും ഇന്ന് സമരവുമായി രംഗത്തെത്തുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തമിഴ്നാടിന്റെ സമരം എങ്ങനെയാകും? ഈ സമരത്തിന് പിന്തുണ തമിഴ്നാട് നൽകുന്നുണ്ട്. കേരളം ഉന്നയിക്കുന്ന ആവശ്യങ്ങളുണ്ട്. അതിലൊരു കാര്യമുള്ളത്, ഈ തമിഴ്നാട്ടിൽ ഉള്ള സർക്കാരിൻ്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസും ഒപ്പം CPM ഒക്കെ ഉള്ളത്. അതുകൊണ്ട് ഈ തമിഴ്നാടിൻ്റെ ആവശ്യങ്ങളെ ഈ രണ്ട് പാർട്ടികളും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. കേരളം നിലവിലുള്ള സാഹചര്യത്തിൽ ഉയർത്തിയിരിക്കുന്ന ആവശ്യങ്ങളോട് എല്ലാ അർത്ഥത്തിലും തങ്ങൾ യോജിക്കുന്നു എന്നാണ് തമിഴ്നാട് വ്യക്തമാക്കിയിട്ടുള്ളത്. തമിഴ്നാടിനെ സംബന്ധിച്ചും ഇതേ രീതിയിലുള്ള പ്രശ്നമുണ്ട്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ കേന്ദ്രം ഉപദ്രവിക്കാൻ നോക്കുന്നു, രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങളാണ് ഇതിന് പിന്നിൽ എന്നതടക്കമുള്ള വാദം ഉയർത്താനാണ് ഇപ്പോൾ ഈ തമിഴ്നാടും ശ്രമിക്കുന്നത്. തമിഴ്നാട്ടിലെ നമുക്കറിയാവുന്നതുപോലെ തമിഴ്നാടിൻ്റെ സർക്കാരിനെ സംബന്ധിച്ച് ചില കേസുകൾ അടക്കമുള്ളവ അവർക്ക് വലിയ പ്രതിബന്ധമായിട്ടുണ്ട്. അത് കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ വരും ദിവസങ്ങളിലടക്കം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിലേക്കാണ് അവർക്ക് പോകുന്നത്. അത് ഒന്നാമത്തത്. രണ്ടാമത്തത്, ഈ ടാക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ വിഷയങ്ങൾ തമിഴ്നാട്ടിലും നിലനിൽക്കുന്നുണ്ട്. കേന്ദ്രവിഹിതം അർഹമായിട്ടുള്ള തോതിൽ തങ്ങൾക്ക് ലഭിക്കുന്നില്ല. ഒപ്പം ഈ മഴയടക്കമുള്ള കെടുതികൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിൽ അതിനർഹമായിട്ടുള്ള വിഹിതം അനുവദിച്ചിട്ടില്ല. മറ്റു സംസ്ഥാനങ്ങൾ, അതായത് ഗുജറാത്തിനെ പോലെയുള്ള മറ്റു സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കുന്ന വിഹിതത്തിന്റെ ശതമാനം കണക്കനുസരിച്ച് പോലും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്ന വാദമാണ് തമിഴ്നാടടക്കം ഉയർത്തി കാട്ടുന്നത്. അങ്ങനെ വളരെ ശക്തമായിട്ടുള്ള, ഒരുപക്ഷെ ഈ സമരം നടത്തുന്നത് ഇന്ന് കേരളമാണെങ്കിലും ഈ തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തമിഴ്നാടിന്റെ പ്രാതിനിധ്യം കൂടുതലായിട്ട് ഉണ്ടാകും എന്നുള്ളതാണ്. ഈ ജന്തർ മന്ദറിലെ ഈ വേദി വലിയ രീതിയിൽ വിപുലമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഈ ജന്തർ മന്ദർ സമരം നടത്താനായിട്ട് തന്നെ സർക്കാർ മാറ്റിവെച്ചിട്ടുള്ള ഒരു മേഖലയാണ് ഡൽഹിയിൽ വേറെ എങ്ങും സമരം നടത്താനായിട്ട് ഇപ്പോൾ അനുവാദം നൽകുന്നില്ല. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഈ സമര പരിപാടികളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ എത്തുന്ന ആളുകൾക്ക്, സമരത്തിന്റെ ഭാഗമായിട്ട് എത്തുന്ന ആളുകൾക്ക് ഇവിടെ പങ്കെടുക്കാൻ 11 മണി മുതൽ ഏതാണ്ട് 2 മണി വരെ ആയിരിക്കും ഈ സമരം ഇവിടെ ഉണ്ടാവുക. അതിനുശേഷം വാർത്താ സമ്മേളനമൊക്കെ നടത്തി കാര്യങ്ങൾ വിശദീകരിക്കാനായിരിക്കും സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും ഒക്കെ ശ്രമിക്കുന്നത്. ഏതായാലും വലിയ സുരക്ഷാ സംവിധാനങ്ങളും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. പ്രവിധ രാധാകൃഷ്ണനാണ് വിശദമായ വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് നൽകിയത്. എന്തായാലും കേരളത്തിന്റെ പ്രതിഷേധം ഇന്ന് രാവിലെ 11 മണിക്ക് ഡൽഹിയിൽ ആരംഭിക്കും. വിവിധ പ്രതിപക്ഷ പാർട്ടികൾ കേരളത്തിന് പിന്തുണയുമായി എത്തും. പക്ഷേ അതേസമയം തന്നെ കോൺഗ്രസ് വിട്ടുനിൽക്കും എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ തമിഴ്നാടിന്റെ പ്രതിഷേധവും ഇന്ന് തന്നെ നടക്കുന്നുണ്ട്. രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാന സർക്കാരിന്റെ ഡൽഹി സമരം തിരഞ്ഞെടുപ്പ് സ്റ്റണ്ടെന്ന രമേശ് ചെന്നിത്തലയുടെ ആരോപണത്തിന് മറുപടിയുമായി LDF കൺവീനർ EP ജയരാജൻ. കേരളത്തിന്റെ താൽപര്യങ്ങളെക്കുറിച്ച് രമേശ് ചെന്നിത്തലയും ഒരു വിഭാഗം നേതാക്കളും ഇപ്പോഴും ബോധവാന്മാരല്ലെന്ന് വിമർശനം. കേരളത്തോടുള്ള കേന്ദ്ര അവഗണന കാണാൻ കഴിയാത്ത പാർട്ടിയായി കോൺഗ്രസ് ചെറുതാകരുത്. കേരളത്തിലെ കോൺഗ്രസുകാർക്ക് നിഷേധാത്മക കേരള വിരുദ്ധ നിലപാടാണെന്നും EP ജയരാജൻ 24നോട് പറഞ്ഞു. LDF കൺവീനർ EP ജയരാജൻ ചേരുകയാണ് 24നൊപ്പം. കോമ്രേഡ്, ഈ സമരം ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് എന്നാണ് രമേശ് ചെന്നിത്തല വിമർശിച്ചിരിക്കുന്നത്. കോൺഗ്രസ് ഇതിന്റെ ഭാഗമാകുന്നുമില്ല. എങ്ങനെ പ്രതികരിക്കും? കേരളത്തിന്റെ താല്പര്യങ്ങളെക്കുറിച്ച് ഇപ്പോഴും രമേശ് ചെന്നിത്തലയും കോൺഗ്രസിന്റെ ഒരു വിഭാഗം നേതാക്കളും ബോധവാന്മാരല്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ കേരളത്തിന് അർഹതപ്പെട്ട സാമ്പത്തികമായ വിഹിതം, അർഹതപ്പെട്ട വിഹിതം കേന്ദ്ര ഗവൺമെൻറ് അനുവദിക്കുന്നില്ല. കേരളത്തിൻ്റെ
പൊതു താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ് കേരളത്തെ അവഗണിക്കുന്നു. പദ്ധതികളോ പുതിയ സംരംഭങ്ങളോ ഒന്നും കേരളത്തിന് നൽകുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തന്നെ വിറ്റഴിക്കുന്നു. എയിംസ് പോലുള്ള ആരോഗ്യരംഗത്തെ സ്ഥാപനങ്ങളൊന്നും കേരളത്തിനില്ല. കേരളത്തിൽ എയിംസ് ഇല്ലാത്ത ഒരു സംസ്ഥാനം ഇന്ത്യയിൽ കേരളം മാത്രമാണ്. അതുപോലെ തന്നെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ തുടരുകയാണ്. ഇതൊന്നും കാണാൻ കഴിയാത്തൊരു പാർട്ടിയായിട്ട് കോൺഗ്രസ് ചെറുതാകാൻ പാടുണ്ടോ? കേന്ദ്ര ഗവൺമെൻറ് കേരളത്തെ അവഗണിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് തന്നെ കേരളം വലിയ പ്രയാസത്തിലാണ്. നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നം കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് അർഹതപ്പെട്ട സാമ്പത്തിക വിഹിതം, അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നൽകാത്തതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ്. ആ കാര്യങ്ങൾ ശരിയായ നിലയിൽ വിലയിരുത്തി കേരളത്തോടൊപ്പം നിൽക്കാൻ കേരളത്തിലെ ശ്രീ രമേശ് ചെന്നിത്തലയ്ക്കും അദ്ദേഹത്തെ പോലെ ചിലർക്കും സാധിക്കാത്തതാണ് ഇന്ന് കോൺഗ്രസിന് വന്നിട്ടുള്ള അപജയം. സഖാവേ, ദേശീയ തലത്തിൽ നടത്തുന്ന ഒരു പ്രതിഷേധമാണ്. എന്നിട്ട് പോലും ദേശീയ ഇടതൈക്യത്തിന്റെ ഭാഗമായ RSP, CPI, ML ഒപ്പം തന്നെ ഫോർവേഡ് ബ്ലോക്ക് എന്നീ പാർട്ടികളെ ക്ഷണിച്ചില്ല എന്നൊരു ആക്ഷേപമുണ്ട്. അല്ല, ഇത് പാർട്ടികളുടെ ഒരു കോർഡിനേഷനായിട്ടല്ല. ഇത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും MP-മാരും നടത്തുന്ന സമരമാണ്. അതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാന ഗവൺമെൻറ്റുകളെയാണ് ക്ഷണിച്ചത്. ഗവൺമെൻറ് മുഖ്യമന്ത്രിമാരെയാണ് ക്ഷണിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം ചില ദേശീയ നേതാക്കൾ, ആ ദേശീയ നേതാക്കളെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് ഇതിൽ പങ്കെടുക്കും. അതങ്ങനെ പ്രത്യേകിച്ച് ഇത് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു കോർഡിനേഷനായിട്ടല്ല ഞങ്ങൾ കാണുന്നത്. കേരളത്തിന്റെ പ്രതിഷേധം വൻ വിജയമാകുമെന്നും ദേശീയ തലത്തിൽ തന്നെ പിന്തുണ ലഭിക്കുന്നുണ്ട് എന്നും ഒപ്പം തന്നെ ഈ സമരത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന കേരളത്തിലെ കോൺഗ്രസിന് ജനങ്ങൾ മറുപടി നൽകും എന്നുമാണ് LDF കൺവീനർ EP ജയരാജൻ വ്യക്തമാക്കുന്നത്. ജോഗീർ സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി. രാജ്യസഭയിൽ ഇന്ന് ബജറ്റ് ചർച്ച ആരംഭിക്കും. ജലമലിനീകരണ നിയന്ത്രണ ഭേദഗതി ബില്ലും ഇന്ന് ലോക്സഭയുടെ അജണ്ടയിലുണ്ട്. അതേസമയം പാർലമെന്റിന്റെ ഇരുസഭകളിലും കേരളത്തിൽ നിന്നുള്ള ഇടതുപക്ഷാംഗങ്ങൾ സംസ്ഥാനത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടും. ഡൽഹിയിൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്ന സാഹചര്യത്തിലാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുന്നത്. പാകിസ്ഥാനിൽ ഇന്ന് പൊതു തെരഞ്ഞെടുപ്പ്. ദേശീയ അസംബ്ലിയിലേക്കും 4 പ്രവിശ്യ അസംബ്ലികളിലേക്കുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെയാണ് വോട്ടെടുപ്പ്. ദേശീയ അസംബ്ലിയിലെ 266 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വിവരങ്ങളുമായി മെറിൻ മേരി ചാക്കോ ചേരുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. മെറിൻ, ഗുഡ് മോർണിംഗ്. മെറിൻ, പാകിസ്ഥാനിൽ പലപ്പോഴും ജനാധിപത്യം നോക്കുകുത്തിയാവുകയാണ് നമ്മൾ കാണാറുള്ളത്. ഇപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ ഏറ്റവും ജനപ്രിയനായ നേതാവിനെ അഴിമതി കേസിൽ തുറങ്കലിൽ അടച്ചതിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അവിടുത്തെ ആളുകളുടെ പ്രതീക്ഷ എങ്ങനെയാണ്? പ്രത്യേകിച്ച് ഇന്ന് 12.7% ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനിടെ ഭീകരവാദം വലിയൊരു ഭീഷണിയായി നിലനിൽക്കുന്നുണ്ട്. എന്താണ് പാകിസ്ഥാനിലെ അവസ്ഥ? ഗുഡ് മോർണിംഗ് പ്രവിധ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയ അസ്ഥിരത ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന ഒരു രാജ്യമൊന്നാണ് പാകിസ്ഥാൻ. ഈ ഒരു പാകിസ്ഥാൻ വ്യാപക അക്രമ സംഭവങ്ങളുണ്ട്. ജനാധിപത്യം പറഞ്ഞതുപോലെ തന്നെ നോക്കുകുത്തിയാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ ഇന്ന് പൊതു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നത്. രാവിലെ 8 മുതൽ വൈകിട്ട് 5 മണി വരെയാണ് വോട്ടെടുപ്പ്. ദേശീയ അസംബ്ലിയിലെ 266 സീറ്റുകളിലേക്കാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 12,80,00,000 വോട്ടർമാരാണ് രാജ്യത്തുള്ളത്. എന്നാൽ ഇവരെല്ലാം തന്നെ പോളിംഗ് ബൂത്തിലെത്തുമോ എന്നുള്ളൊരു കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പരക്കെ അക്രമ സംഭവങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളകളിൽ പോലും തെരഞ്ഞെടുപ്പ് റാലികൾക്ക് നേരെയും പോസ്റ്ററുകൾക്ക് നേരെയും എല്ലാം തന്നെ വ്യാപക അക്രമ സംഭവങ്ങളുണ്ടായി. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ 40ഓളം ഗ്രനേഡ് ആക്രമണങ്ങളാണ് പാകിസ്ഥാനിലുണ്ടായത്. ഇന്നലെ തന്നെ ബലൂചിസ്ഥാനിൽ ഇരട്ട സ്ഫോടനമുണ്ടായി. സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് ഓഫീസിന് മുന്നിൽ സ്ഫോടനമുണ്ടായി. ഈ സ്ഫോടനത്തിൽ 28 പേരാണ് കൊല്ലപ്പെട്ടത്. പ്രധാനമായും പാകിസ്ഥാൻ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ 3 പ്രധാന പാർട്ടികൾ തമ്മിലാണ് പ്രധാനമായും മത്സരമുള്ളത്. പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് ഷെരീഫിന്റെ പാർട്ടിയാണ്. അതുപോലെ തന്നെ ബിലാവൽ ഭൂട്ടോയുടെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി, ഇമ്രാൻഖാന്റെ പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് തമ്മിലാണ് പ്രധാനമായും മത്സരം നടക്കുന്നത്. പാകിസ്ഥാനിലെ ഏറ്റവും ജനപ്രിയ നേതാവായിട്ടുള്ള ഇമ്രാൻഖാൻ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ ജയിലിലാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ ചോദ്യചിഹ്നത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നത്. മാത്രമല്ല ഇമ്രാൻഖാന്റെ പാർട്ടിക്ക് അവരുടെ ചിഹ്നത്തിൽ മത്സരിക്കുന്നതിനോ തെരഞ്ഞെടുപ്പിൽ
മത്സരിക്കുന്നതിനോ അനുവാദമില്ല. ഈ ഒരു സാഹചര്യത്തിൽ സ്വതന്ത്രരായാണ് ഇമ്രാൻഖാന്റെ പാർട്ടി അനുയായികൾ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പ്രധാനമായും നവാസ് ഷെരീഫ് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. കാരണം തെരഞ്ഞെടുക്കപ്പെട്ട അധികാരികൾ അധികാരത്തിലേറിയാൽ പോലും പാകിസ്ഥാനിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് സൈന്യമാണ്. പാകിസ്ഥാൻ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് സൈന്യമാണ്. കൃത്യമായ രാഷ്ട്രീയ അട്ടിമറികൾ നടക്കുന്ന ഒരു രാജ്യമാണത്. മാത്രമല്ല ഒരു പ്രധാനമന്ത്രി പോലും കാലാവധി തികച്ച് അവിടെ ഭരിച്ചിട്ടില്ല. ഒന്നുകിൽ അവർക്ക് രാജ്യം വിട്ടു പോകേണ്ടി വന്നിട്ടുണ്ട്. രാഷ്ട്രീയ അട്ടിമറികൾ ഉണ്ടായിട്ടുണ്ട്, പട്ടാള അട്ടിമറികൾ ഉണ്ടായിട്ടുണ്ട്. 1951 ലിയാഖത്ത് അലി ഖാൻ പ്രധാനമന്ത്രി ആയതു മുതൽ പാകിസ്ഥാന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ രാഷ്ട്രീയ അട്ടിമറികളുടെ ഒരു രാജ്യമാണിത്. ഈ ഒരു സാഹചര്യത്തിൽ നിലവിലെ സാഹചര്യത്തിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ പിന്തുണ നവാസ് ഷെരീഫിനാണ്. അദ്ദേഹം തന്നെയായിരിക്കും വീണ്ടും പ്രധാനമന്ത്രിയായി 4ാം തവണയും പ്രധാനമന്ത്രിയായി പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി കസേരയിൽ എത്തുക എന്ന് തന്നെയാണ് പ്രവചിക്കപ്പെടുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ വ്യാപക അക്രമ സംഭവങ്ങൾ നിലനിൽക്കുന്നുണ്ട്, ഭീകരാക്രമണ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് പാകിസ്ഥാൻ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നത്. വരും രാവിലെ 8 മണിയോട് തന്നെ വോട്ടെടുപ്പ് ആരംഭിക്കും. പ്രവിധ. മെറൻ മേരി ചാക്കോയാണ് വിവരങ്ങൾ നൽകിയത്. കക്കാടംപൊയിലിൽ PV അൻവർ MLAയുടെ ഉടമസ്ഥതയുള്ള പാർക്ക് അടച്ചുപൂട്ടണമെന്നും അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. പാർക്കിന് ലൈസൻസ് ഇല്ലെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. ലൈസൻസ് ഇല്ലാതെ പാർക്ക് എങ്ങനെ തുറന്നു പ്രവർത്തിച്ചു എന്നതിൽ സർക്കാർ ഇന്ന് മറുപടി നൽകണം. കേരള നദീ സംരക്ഷണ സമിതി മുൻ ജനറൽ സെക്രട്ടറി TV രാജൻ നൽകിയ ഹർജിയാണ് ഹൈക്കോടതിയുടെ മുന്നിലുള്ളത്. മാനന്തവാടിയിൽ നിന്ന് മയക്കുവെടി വെച്ച് പിടികൂടിയ കാട്ടാന ചരിഞ്ഞതിൽ 5-അംഗ സമിതിയുടെ തെളിവെടുപ്പ് ഇന്നും തുടരും. ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിലെ രാമപുരം എലിഫന്റ് ക്യാമ്പിലാണ് ഇന്ന് തെളിവെടുപ്പ്. ഇവിടെ എത്തിച്ച ശേഷമാണ് തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞത്. പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയതും ഇവിടെയാണ്. കേരള സർക്കാർ നിയോഗിച്ച സമിതിയുടെ അന്വേഷണവുമായി സഹകരിക്കുമെന്നാണ് കർണാടക വനം വകുപ്പ് വ്യക്തമാക്കിയിട്ടുള്ളത്. തണ്ണീർക്കൊമ്പൻ ഇറങ്ങിയ മേഖലകൾ ഇന്നലെ സമിതി അംഗങ്ങൾ സന്ദർശിച്ചു. ഉത്തരമേഖല CCF KS ദീപ ഉൾപ്പെടെയുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മയക്കുവെടി വെക്കേണ്ടി വന്ന സാഹചര്യം അന്വേഷണ സംഘത്തോട് വിശദീകരിച്ചു. DFOമാരായ മാർട്ടിൻ ലോവൽ, ഷജീന കരീം, ദൌത്യത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ അജീഷ് മോഹൻദാസ്, RRT അംഗങ്ങൾ എന്നിവരിൽ നിന്ന് സംഘം വിവരങ്ങൾ ശേഖരിച്ചു. ഈസ്റ്റേൺ സർക്കിൾ CCF K വിജയാനന്ദന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത്. തെന്മല ഉറുകുന്ന ജലവാസ മേഖലയിൽ തുടർച്ചയായി പുലി ഇറങ്ങുന്നതായി പരാതി. ഉറുകുന്ന സ്വദേശി ഷിബുവിന്റെ വളർത്തുനായെ പുലി കൊന്നു തിന്നു. പേടിച്ചിട്ട് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് പ്രദേശവാസികൾ. കഴിഞ്ഞ ദിവസം പുലർച്ചെ 2 മണിയോടെയാണ് വീടിന് പുറത്തെ കൂട്ടിൽ കെട്ടിയിട്ടിരുന്ന 2 നായ്ക്കളിൽ ഒന്നിനെ പുലി പിടിച്ചത്. കൂട് തകർത്ത പുലി നായയെ കൊന്നു തിന്നു. ഈ പ്രദേശങ്ങളിൽ പുലിയിറങ്ങി ആടുകളെയും വളർത്തുനായ്ക്കളെയും പിടിക്കുന്നത് നിത്യസംഭവമാണെന്ന് നാട്ടുകാർ പറയുന്നു. ഏകദേശം 2 മണിയോടുകൂടിയാണ് സൗണ്ട് കേട്ടത്. അപ്പം ഞങ്ങൾ ഉറങ്ങുമായിരുന്നുകൊണ്ടാണ് ഞങ്ങൾ നോക്കിയില്ല. ഈ വലിയ മറ്റു പട്ടിയുടെ കൂട് സൗണ്ടും കേട്ടായിരുന്നു. രാവിലെ വന്ന് നോക്കിയപ്പോഴാണ് കൂട് പടങ്ങിയ മറിഞ്ഞ് പട്ടിയുടെ പകുതിയോളം കടിച്ച് തിന്ന് ഇട്ടേക്കുന്നത്. നേരത്തെ നമുക്കൊരു പട്ടി ഉള്ളതായിരുന്നു. അത് ഇതുപോലെ ഇങ്ങനെ കാണാതെ പോയി. പിന്നെ പുലിയെടുത്താന്ന് തോന്നി, അത് അറിഞ്ഞതുമില്ല. റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളും പത്രം, പാൽ വിതരണക്കാർ അടക്കം നിരവധി പേരാണ് ഈ ഭാഗത്ത് പുലർച്ചെ ജോലിക്കിറങ്ങുന്നത്. പുലിയുടെ അക്രമം പതിവായതോടെ ജോലി പോലും പലരും ഉപേക്ഷിച്ചിരിക്കുകയാണ്. പുലി ഇറങ്ങിയതോടെ ഉറുകുന്ന റെയിൽവേ സ്റ്റേഷനിലെത്തുന്നവരും പ്രദേശവാസികളും ആശങ്കയിലാണ്. എത്രയും വേഗം ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലിയെ പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 24 കൊല്ലം. അമ്പലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള ഫ്ളാറ്റ് നിർമ്മാണം കരാറുകാരൻ നിർത്തിവെച്ചു. ഇതുവരെ മുടക്കിയ കോടികൾ സർക്കാർ അനുവദിക്കാത്തതിനാൽ ആത്മഹത്യയുടെ വക്കിലാണ് താനെന്ന് കരാറുകാരൻ പ്രദീപ് പറയുന്നു. 10 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് പ്രഖ്യാപിച്ച പാർപ്പിട സമുച്ചയമാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പാതി വഴിയിൽ നിൽക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾക്കായി പുനർഗേഹം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് തോട്ടപ്പള്ളി മണ്ണപ്പുറം കോളനിയിൽ 3.49 ഏക്കറിൽ ഫ്ളാറ്റ് നിർമ്മിക്കുന്നത്. 204 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്തത് 2019 ഫെബ്രുവരി 21-ന്. 10 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കണമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ 5 വർഷം കഴിഞ്ഞിട്ടും പാർപ്പിട സമുച്ചയം യാഥാർത്ഥ്യമായിട്ടില്ല. 14 കോടി രൂപയാണ് പദ്ധതി ചെലവ്. 2020-ൽ പ്രദീപ് നിർമ്മാണ ചുമതല ഏറ്റെടുത്തു. 10 കോടി രൂപയോളം ഇതുവരെ ലഭിച്ചു. 2 കോടി രൂപയിലധികം ഇനിയും ലഭിക്കാനുണ്ടെന്ന് പ്രദീപ്. ഇപ്പോഴും പണി ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ പണി ചെയ്താൽ എനിക്ക് എപ്പോൾ പൈസ തരും എന്നുള്ള ഉറപ്പ് അവർ ഗ്യാരണ്ടി ചെയ്ത് തരണം. അതിനകത്ത് യാതൊരു വിധമായ ഉറപ്പും അവർ ഇതുവരെ തന്നിട്ടില്ല. നമ്മൾ ബാങ്കിൽ നമുക്ക് പലിശ അടയ്ക്കേണ്ടത് തന്നെ 5-6 ലക്ഷം രൂപ ഒരു മാസം പലിശ തന്നെ ബാങ്കിൽ അടക്കണം. നമുക്കിങ്ങനെ പോയെങ്കിൽ ആത്മഹത്യയുടെ വക്കിലേക്ക് ഇത് എത്തത്തുള്ളൂ. 2 മാസം മുമ്പ് 37 ലക്ഷം രൂപയുടെ ബിൽ ട്രഷറിയിൽ നൽകിയെങ്കിലും
സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി മൂലം 1 രൂപ പോലും ലഭിച്ചില്ല. പ്രതിമാസം 6 ലക്ഷം രൂപയിലധികം ബാങ്കിൽ പലിശയടക്കേണ്ട ഗതികേടിലായതോടെയാണ് പ്രദീപ് നിർമ്മാണം നിർത്തിവെക്കാൻ തീരുമാനിച്ചത്. ഇതോടെ സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ പ്രദീപിന് ടെർമിനേറ്റ് നോട്ടീസ് നൽകി. ഒരാഴ്ചക്കുള്ളിൽ നിർമ്മാണം പുനരാരംഭിക്കണമെന്നാണ് നോട്ടീസിലെ നിർദ്ദേശം. എന്നാൽ തന്റെ മുന്നിൽ യാതൊരു വഴിയുമില്ലെന്ന നിലപാടിലാണ് പ്രദീപ്. സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് പാതിയിൽ മുടങ്ങിയിരിക്കുന്നത്. 24 ആലപ്പുഴ. മകന്റെ മരണം ചികിത്സാ പിഴവ് കാരണമാണെന്നാരോപിച്ച് എറണാകുളം കളക്ടറേറ്റിന് മുന്നിൽ അമ്മയുടെ സമരം. പടമുകൾ സ്വദേശി ജിൻസന്റെ മരണത്തിന് ഉത്തരവാദികൾ ആയവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് മാതാവ് മെറീന വർഗീസിന്റെ പോരാട്ടം. തണലായി കൂടെയുണ്ടായിരുന്ന മകൻ ജിൻസൺ പോയിട്ട് 8 മാസമായി. പക്ഷേ ആ നീറ്റൽ ഇപ്പോഴും മെറീനയുടെ നെഞ്ചിലുണ്ട്. കഴിഞ്ഞ വർഷം ഏപ്രിൽ 21-നാണ് 47 വയസ്സുള്ള മകൻ ജിൻസന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ വെച്ച് ജീവൻ നഷ്ടമായത്. വാഴക്കാലയിൽ തട്ടുകട നടത്തുന്ന ജിൻസന്റെ തുടഭാഗത്ത് വന്ന മുഴ നീക്കം ചെയ്യാൻ 3 ദിവസം മുമ്പാണ് ആശുപത്രിയിലെത്തിയത്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ശസ്ത്രക്രിയ നടത്തി. അതിനുശേഷം വാർഡിലേക്ക് മാറ്റി. പിന്നീടാണ് പ്രശ്നം തുടങ്ങിയത്. എന്തിനാണ് എൻ്റെ മകനെ കൊന്നതെന്നോ, ആർക്ക് വേണ്ടിയാണെന്നോ, എന്തിനു വേണ്ടിയാണെന്നോ എനിക്കറിയാൻ പാടില്ല. എന്തിനാണ് എൻ്റെ മകനെ കൊന്നതെന്ന് എനിക്കറിയണം. എനിക്ക് നീതി കിട്ടണം എൻ്റെ മകന്. എല്ലാ സ്ഥലത്തും ഞാൻ പരാതി കൊടുത്തു. കയറി ഇറങ്ങി നടക്കുക. എങ്ങനെ 8 സ്ഥലത്ത് പല പ്രാവശ്യം, ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം പരാതികൾ കൊടുത്തിട്ട് ഒരു തീരുമാനവും ആക്കുന്നില്ല അവർ. ചികിത്സാ പിഴവ് കാരണമാണ് മകന് ജീവൻ നഷ്ടമായതെന്നാണ് ആരോപണം. പരാതിയുമായി കളക്ടറെയും DMOയെയും കണ്ടു. DMO മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതും ഇഴയുകയാണെന്ന് മെറീന ആരോപിക്കുന്നു. ചില സാമൂഹിക പ്രവർത്തകരും മഹിളാ കോൺഗ്രസ് ഭാരവാഹികളും മാത്രമാണ് മെറീനയെ പിന്തുണയ്ക്കാനുള്ളത്. വാർദ്ധക്യ പെൻഷൻ പോലുമില്ലാതെ, തണലായി ആരുമില്ലാതെ മകന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ വെളിച്ചത്ത് കൊണ്ടുവരാനുള്ള പോരാട്ടത്തിലാണ് മെറീന വർഗീസ്. 24 കൊച്ചി. കോഴിക്കോട് രൂപതാ മെത്രാൻ വർഗീസ് ചക്കാലക്കലിന്റെ മെത്രാഭിഷേക രജത ജൂബിലി ആഘോഷം ഇന്ന്. കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിലാണ് ചടങ്ങുകൾ. മലങ്കര സഭാധ്യക്ഷൻ കർദിനാൾ ബസേലിയോസ് ക്ലിമിസ് ബാബ വചന സന്ദേശം നൽകും. സീറോ മലബാർ സഭ മുൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ആശംസകൾ അറിയിക്കും. കർദിനാൾമാരും ആർച്ച് ബിഷപ്പുമാരും വിവിധ റീത്തുകളിൽ നിന്നുള്ള മെത്രാന്മാരും ചടങ്ങിൽ പങ്കെടുക്കും. ക്യാൻസർ ബാധിച്ച് 3 തവണ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ വീട്ടമ്മ തുടർ ചികിത്സയ്ക്ക് പണമില്ലാതെ ദുരിതത്തിൽ. കോട്ടയം മെഡിക്കൽ കോളേജിന് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന കട്ടപ്പന സ്വദേശിനി പൊന്നമ്മയുടെ പ്രതീക്ഷ ഇനി സുമനസ്സുകളുടെ കാരുണ്യം മാത്രമാണ്. ലാണ് പൊന്നമ്മ തോമസ് വയറ്റിലുണ്ടായ മുഴയെ തുടർന്ന് ചികിത്സ തേടുന്നത്. കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ആദ്യ ശസ്ത്രക്രിയ. പിന്നീട് രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ 2 ശസ്ത്രക്രിയകൾക്കും വിധേയയായി. 2002 നടന്ന ശസ്ത്രക്രിയയിൽ വൻകുടൽ നീക്കം ചെയ്തു. പിന്നാലെ 12 തവണ കീമോതെറാപ്പി. ഇനി 8 കീമോ ബാക്കിയുണ്ട്. എന്നാൽ തുടർ ചികിത്സയ്ക്ക് ഇവരുടെ കയ്യിൽ പണമില്ല. 12 കീമോ ചെയ്തു. 12 കീമോയിൽ ഇനി ബാക്കി 20 എണ്ണമാണ് പറഞ്ഞത്. 8 എണ്ണം കൂടി ചെയ്യണം. ഇനി ബസ് സ്കാൻ ചെയ്താലേ ഇനി അടുത്ത കീമോ ചെയ്യുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. എൻ്റെ വീട്ടിലും വലിയ സാമ്പത്തിക സ്ഥിതിയൊന്നും ഉള്ളവരൊന്നുമല്ല. ഒക്കെ ഓരോരുത്തർ സഹായിച്ചിട്ടാണ് ഞങ്ങൾ വാടക കൊടുക്കുന്നത്. വാടക കൊടുക്കാൻ പോലും നിവർത്തി. അടുത്ത വാടക 3-ാം തീയതി ഇനിയും കൊടുക്കണം. യാതൊരു നിവൃത്തിയില്ല. എല്ലാവരും എന്നെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. തുടർ ചികിത്സയുള്ളതിനാൽ കോട്ടയം മെഡിക്കൽ കോളേജിന് സമീപത്തെ ഒറ്റമുറി വാടക വീട്ടിലാണ് പൊന്നമ്മ താമസിക്കുന്നത്. ഭർത്താവ് സജി നടത്തുന്ന പുസ്തക വിൽപ്പനയാണ് ഏക വരുമാന മാർഗം. മകളും ശ്വാസകോശ ക്യാൻസറിനെ തുടർന്ന് 27-ാം വയസ്സിൽ മരിച്ചു. പൊന്നമ്മയുടെ തുടർ ചികിത്സയ്ക്കായി നിരവധി ടെസ്റ്റുകളടക്കം നടത്തണം. എന്നാൽ ഇപ്പോൾ മരുന്ന് വാങ്ങാൻ പോലും ഇവരുടെ പക്കൽ പണമില്ല. കോട്ടയം. കൊല്ലം കൊട്ടാരക്കര അമ്പലപ്പുറത്ത് വീടുകളിലെ ടൈലുകൾ ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തകർന്നു. ഭിത്തികളിൽ വിള്ളൽ വീണു. കാരണം എന്തെന്നറിയാതെ ആശങ്കയിലാണ് പ്രദേശവാസികൾ. ഭൗമശാസ്ത്ര വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി.
കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര നഗരസഭാ പരിധിയിലെ അമ്പലപ്പുറം ഭാഗത്താണ് വീടുകൾക്ക് വിള്ളലുകൾ രൂപപ്പെട്ടത്. രാത്രി 11 മണിക്ക് ശേഷം രാജുവിന്റെ വീടിന്റെ അടുക്കള ഭാഗത്തെ ടൈലുകൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു. തുടർന്ന് വീടിന്റെ ഭിത്തികൾ വിണ്ടുകീറിയതായും വീട്ടുടമ പറയുന്നു. സൗണ്ട് കേട്ട് പേടിച്ചെണീച്ച് നോക്കുമ്പോഴേ ടൈല് പൊട്ടി, ഭിത്തികളെല്ലാം പൊട്ടി ഇരിക്കുന്നതാണ് കാണുന്നത്. അപ്പോഴത്തേക്ക് എല്ലാവരെയും വിളിച്ചുണർത്തി മെമ്പർ വന്ന്, നാട്ടുകാർ മൊത്തം വന്ന്. ഉലുക്കമൊന്നുമില്ല, ഭയങ്കര എരപ്പായിരുന്നു. എരപ്പും ഒരു ഭയങ്കര പടക്കം പൊട്ടുന്ന ഭയങ്കര സൗണ്ടായിരുന്നു. വീട് മുഴുവനും കുലുക്കം അനുഭവപ്പെട്ടതിനാൽ വീട്ടുകാർ ഇറങ്ങിയോടി. നാട്ടുകാർ ഓടിക്കൂടി നോക്കിയപ്പോഴാണ് സമീപത്തെ വീടുകളിലും നേരിയ തോതിൽ വിള്ളലുകൾ രൂപപ്പെട്ടതായി ശ്രദ്ധയിൽപ്പെട്ടത്. ആദ്യമായാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായതെന്ന് വീട്ടുകാർ പറയുന്നു. ഇല്ല, നേരത്തെ ഇങ്ങനൊന്നും പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. ഇവിടെ പിന്നെ മണ്ണെടുത്തുള്ള അറിവൊന്നും, ഇവിടെ നിന്നും മണ്ണെടുത്ത സ്ഥലങ്ങളല്ല. ഇനി എന്താണെന്നുള്ള ജിയോളജി വകുപ്പ് വന്ന് പരിശോധനകൾ മാത്രമേ നമുക്ക് എന്തെങ്കിലും കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. അയൽവാസിയായ ആനന്ദവല്ലിയുടെ വീടിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അടുക്കള, സ്റ്റെയർ, സ്റ്റോർ റൂം എന്നിവയുടെ സ്ലാബുകൾക്കും കേടുപാടുകളും വിള്ളലുകളും ഉണ്ടായി. നഗരസഭാ അധികൃതരും വില്ലേജ് ഓഫീസർ, ജിയോളജി വകുപ്പ് എന്നിവരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. സ്ഥലത്ത് വിദഗ്ധ പരിശോധന നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു. 24 കൊല്ലം. ഹമാസിന്റെ വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ തള്ളി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. മാസങ്ങൾക്കുള്ളിൽ ഗസയിൽ വിജയം സാധ്യമാകുമെന്നും നെതന്യാഹു പറഞ്ഞു. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഹമാസിന്റെ 3 ഘട്ട പദ്ധതികൾ വിചിത്രമാണെന്നും നെതന്യാഹു അഭിപ്രായപ്പെട്ടു. എന്നാൽ ഗസയിൽ വെടിനിർത്തൽ സാധ്യമാണെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു. ഇറാഖ് തലസ്ഥാനമായ ബാഗ്ദാദിൽ അമേരിക്ക വ്യോമാക്രമണം നടത്തി. ആക്രമണത്തിൽ ഹിസ്ബുള്ള കമാൻഡർ കൊല്ലപ്പെട്ടു. റഫേൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിൽ UN കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചു. ഗസയിൽ മരണസംഖ്യ 27,708 ഇതോടെ പ്രഭാത വാർത്തകളുടെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി 100 ന്യൂസുമായി കീർത്തനയെത്തും. നമസ്കാരം.